ഉമ്മച്ചി പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കി തരുമോ എന്നൊരു ചോദ്യമായിട്ടാണ് എൻ്റെ മകളിന്ന് എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നെന്താ, ഇതൊക്കെ നമുക്ക് സിമ്പിളല്ലേ വിചാരിച്ച് തുടങ്ങിയ പണിയാണിത്. സത്യം പറഞ്ഞാൽ എനിക്കിതിൻ്റെ ABCD ഒന്നും അറിയില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഇത് നമുക്ക് എവിടെ തുടങ്ങണം എന്നറിയാതെ ഒരു ബോട്ടിലെടുത്ത് അങ്ങോട്ട് മുറിച്ചു. ഇപ്പം തീരും, ഇപ്പം ഉണ്ടാക്കി തരാം, നമുക്കിത് സിമ്പിളാണ് പറഞ്ഞ് തുടങ്ങി. പെറ്റൽസൊക്കെ എന്തൊക്കെയോ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഫസ്റ്റ് ഇങ്ങനെ കൊളായാലും ലാസ്റ്റിക്ക് നല്ല ഭംഗി ഉണ്ടാവും വിചാരിച്ച് തുടങ്ങി. പിന്നീട് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പണിയല്ലാന്ന്. കുറച്ച് പെറ്റൽസൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ഈർക്കിളിയൊക്കെ എടുത്തിട്ടുണ്ട്, ഫ്ലവർ നമുക്കൊന്ന് വെക്കണ്ടേ വിചാരിച്ചിട്ട്. അതിന് കുറച്ച് അലങ്കാരം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പെറ്റൽസൊക്കെ ഇങ്ങനെ ഒട്ടിക്കൽ തുടങ്ങി. ഒട്ടിക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഇത് ഒട്ടണില്ലടാ, പെട്ടു എന്ന്. ഒരുപാട് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടി കുറച്ച് പെറ്റൽസൊക്കെ അതിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഞങ്ങൾ കരുതി കുറച്ചും കൂടി വലിയ പെറ്റൽസ് ഉണ്ടാക്കിയിട്ടൊന്ന് ഒട്ടിക്കുന്നു. എന്നിട്ട് അതും പോരായിട്ട് ഞാൻ കുറച്ച് വലിയ പെറ്റൽസും ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ഈ പെറ്റൽസൊക്കെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടെന്താ കാര്യം, ഒന്ന് ഒട്ടിക്കുമ്പോഴത്തേനും ഒന്ന് വീഴും, ഒന്ന് ഒട്ടിക്കുമ്പോഴത്തേനും ഒന്ന് വീഴും. അതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് പെറ്റൽസും സെറ്റാക്കിയെടുത്തു. അതും കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെയിൻ്റ് അടിച്ചാൽ ഭംഗി ഉണ്ടാവും വിചാരിച്ചു കുറച്ച് പെയിൻറ്റും അടിച്ചു. പെയിൻ്റ് അടിച്ചിട്ടും വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് തന്നെ ഞാൻ 2 ലീഫ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് നമുക്കൊന്ന് ഉരുക്കിയാൽ കുറച്ച് ലുക്ക് ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ ഉരുക്കി നോക്കിയത്. എന്ത് ചെയ്തിട്ടെന്താ, നമ്മളല്ലേ ചെയ്യണത്, ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. എന്നിട്ട് ഞാൻ ലീഫിനൊന്ന് ഗ്രീൻ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒട്ടിക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് ഇങ്ങനെയൊന്നും അല്ലടാ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. കുട്ടീനെ പറ്റിക്കാനല്ലേ, അപ്പം ഇതൊക്കെ മതിയെന്ന് ഞാനും വിചാരിച്ചു. ലാസ്റ്റത്തെ അവളുടെ മുഖഭാഗം കണ്ടപ്പോൾ ഉമ്മച്ചി വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊരു മുഖഭാവമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.